പൊന്മുടിയുടെ പീക്കിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പ്ലാന്റേഷൻ ഉണ്ട്. ഈ ചുറ്റും കാണുന്ന മരങ്ങളൊക്കെ ഗ്രാമ്പുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഇടവിളയായിട്ട് തേയിലയും കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് തേയില ഇങ്ങനെ കൃഷി ചെയ്യുന്നതായിട്ട്. നമ്മൾ ഈ മൂന്നാറിലൊക്കെ തേയിലത്തോട്ടങ്ങൾ മാത്രം കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ മാത്രമല്ല, തേയില ഇങ്ങനെ ഇടവിളയായിട്ടും കൃഷി ചെയ്യാം. ഗ്രാമ്പു മാത്രമല്ല, ചില മരങ്ങളിൽ അവർ കുരുമുളകും പടർത്തിയിട്ടുണ്ട്. കുരുമുളക് കൃഷിയുണ്ട്. കുരുമുളകും ഗ്രാമ്പും തേയിലയും ചേർന്ന അതാണ് ഇവിടുത്തെ കൃഷി രീതി എന്ന് പറയുന്നത്. അതിൻ്റെ അങ്ങ് അറ്റത്തായിട്ട് ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. നല്ല രസമുണ്ട്. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് തോന്നുന്നത് ആക്ച്വലി ഒരു സമ്മറിലെ കശ്മീർ എന്നേ തോന്നുള്ളൂ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം നമ്മുടെ പൊന്മുടിയുടെ ബ്യൂട്ടിയാണ്. പൊന്മുടി ടോപ്പ് മാത്രമല്ല, ഇപ്പോൾ ആരോ പണ്ടേ ലെജൻഡ് പറഞ്ഞ കണക്ക് എത്തുന്ന സ്ഥലമല്ല, ആ സ്ഥലത്തേക്ക് എത്തുന്ന യാത്രയാണ് ഏറ്റവും മനോഹരം എന്ന് പറഞ്ഞതാണ്. അതുപോലെയാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പയ്യെ മേലോട്ട് പോയാലോ? നമ്മളിപ്പോൾ കണ്ട പ്ലാന്റേഷൻ ഇല്ലേ, ഗ്രാമ്പുവിൻ്റെ തേയിലയുടെയൊക്കെ, അത് ഈ മെർക്കിസ്റ്റൺ എസ്റ്റേറ്റിൻ്റെ പ്ലാന്റേഷനാണ്. അതിൻ്റെ കമ്പനിയുടെ പേര് സദേൺ ഫീൽഡ് വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. അങ്ങനെ നമ്മൾ 20-ാം വളവിലെ ടീ ഷോപ്പിലേക്ക് കയറി ഒരു സോഡ സർബത്ത് അടിക്കാന്ന് വിചാരിച്ചു. അടിപൊളി വ്യൂ ആണ് കേട്ടോ, കാണിച്ചു തരാം ഞാൻ. ഇവിടുത്തെ തേയിലയൊക്കെ ഇവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് കേട്ടോ ഈ 20-ാം വളവിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ഇതാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം അടുപ്പിച്ച് തേയില കൃഷിയുണ്ട്. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പം തണുപ്പുണ്ട്. നല്ല തണുപ്പെന്ന് പറയാൻ നമുക്കൊരു ഈ ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു തണുപ്പടിക്കത്തില്ലേ, ആ ഒരു രീതിക്ക് നല്ല തണുത്ത ഒരു കാറ്റ് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ കാണുന്ന ഹൈറ്റിലേക്കാണ് കേട്ടോ കയറി പോകുന്നത്. പൊന്മുടി അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, ക്ലൈമറ്റ് കൊള്ളാം. ഇങ്ങനെ പൈനാപ്പിൾ മാങ്ങയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നെല്ലിക്കയൊക്കെ ആയിട്ട്. വലിയ തിരക്കൊന്നുമില്ല. ശനി ഞായറൊക്കെ വരാതിരിക്കാൻ ശ്രമിക്കുക, കാരണം എപ്പോഴും റോഡിൽ തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. എന്തായാലും ഇവിടെ നിന്നൊരു സോഡയും കുടിച്ചിട്ട് മേലോട്ട് പോട്ടെ. അതും മൂന്നാർ, ഒരു മിനി മൂന്നാർ. കൊള്ളാമോ? തണുപ്പുണ്ടോ? സെറ്റാണ്. ആണാ ഇവിടെ ഏറ്റവും തണുപ്പ് കൂടുതലുള്ള ഏത് സമയമായിരിക്കും? വൈകുന്നേരങ്ങളിലല്ലേ? രാവിലെ നല്ല തണുപ്പായിരിക്കും. രാവിലെ പക്ഷെ ഇവിടെ 8 മണി തൊട്ടല്ലേ എൻട്രി ഉള്ളൂ. അത് ശരി. ആ അതിഭയങ്കര തണുപ്പായിരിക്കും.